ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള തൊടുകറികളാണ്. 2 പച്ചടികളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഏത്തപ്പഴം പച്ചടിയും ഒന്ന് പച്ചമാങ്ങ പച്ചടിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ഏത്തക്കയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല പഴുത്ത ഏത്തക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഏത്തക്കയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ആദ്യമേ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ പച്ചടിക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏത്തപ്പഴം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് ഇട്ട് ഇളക്കി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് നല്ലത്. നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കഴിയുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലോട്ടാക്കണം. അതിനുശേഷം വേണം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ തേങ്ങാക്കൂട്ട് ഒത്തിരി വേവിക്കണ്ട. ആ ചെറിയ ചൂടിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ആ തേങ്ങാക്കൂട്ടൊക്കെ ഒന്ന് ചൂടായി വരാനായിട്ട്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതുപോലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പച്ചടിക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര ചേർക്കരുത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. പഞ്ചസാര ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. ഇതൊരു മധുരപ്പച്ചടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റിയായ പച്ചടി റെഡിയായി. നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ
ഏത്തപ്പഴം പച്ചടി റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്ത പച്ചടിയായ പച്ചമാങ്ങ പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രമേ സവോള ചേർക്കാവൂ. ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും 1/2 ടീസ്പൂൺ കടുകും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം. ജീരകം ഇതിൽ ചേർക്കത്തില്ല. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്കിനി അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയൊക്കെ കളറൊന്നും മാറി വന്നാൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകണ്ട. അതിൻ്റെ ആ പച്ചക്കുത്തൊന്നും മാറി ഒരു നല്ല സ്മെല്ല് വരുന്ന ആ ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. എപ്പോഴും ഈ പച്ചമാങ്ങ പച്ചടിക്ക് എപ്പോഴും ചെറിയ ഉള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രമേ സവോള അരിഞ്ഞ് ചേർക്കാവൂ. ഈ ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇടുമ്പോൾ നമ്മൾ കടിക്കും. അതുകൊണ്ട് അതിനെക്കാട്ടും നല്ലത് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അന്നേരം പെട്ടെന്ന് മാങ്ങ വെന്ത് കിട്ടുകയും ചെയ്യും. ഇതൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഈ മാങ്ങയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് വെള്ളക്കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ജീരകം ചേർക്കത്തില്ല. കടുകും പച്ചമുളകും മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിൽ ചേർക്കുന്ന തൈര് ഒരുപാട് പുളിയുള്ളതായിരിക്കരുത്. മാങ്ങയ്ക്ക് പുളിയുള്ളത് കൊണ്ട് ഒരുപാട് പുളി ഉണ്ടാകരുത്. നമ്മുടെ ആ തേങ്ങാക്കുട്ടിൻ്റെ പച്ചച്ചോവ മാറുന്നതിന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാട് പുളിയുള്ള തൈരല്ല ചേർത്ത് കൊടുത്തേക്കുന്നത്. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ
അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റിയായ മാങ്ങാ പച്ചടി റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.